യുവർ ഫ്രണ്ട്സ്, വെൽക്കം ടു MTM പൊളിറ്റിക്കൽ ടോക്ക്. അപ്പോൾ നമ്മൾ കുറെ ദിവസങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ചർച്ചയാണല്ലോ കോൺഗ്രസുകാരെ സംബന്ധിച്ചിടത്തോളം KPCCയുടെ പുതിയ പ്രസിഡന്റ് ആര് എന്ന ചോദ്യം. അത് ചോദ്യചിഹ്നമായി തന്നെയാണ് നിലകൊള്ളുകയായിരുന്നു. സണ്ണി ജോസഫ് VDS സർക്കാരിൽ മന്ത്രിയായതിനെ തുടർന്ന് 2 മാസമായി KPCCയുടെ മുഴുവൻ സമയ അധ്യക്ഷനില്ലാതെയാണ് പ്രവർത്തിക്കുന്നത്. ഇത് സംഘടനക്കുള്ളിൽ അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട് എന്നത് ഒരു വസ്തുതയാണ്. നേതാക്കൾ പലവട്ടം ചൂണ്ടിക്കാട്ടിയിട്ടും മറ്റു മുൻഗണനകൾ പറഞ്ഞ് AICC ചർച്ചകൾ നീട്ടിക്കൊണ്ടുപോവുകയായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. കൊടിക്കുന്നിൽ സുരേഷും ആന്റോ ആന്റണിയും അവസാന വട്ടം വരെ ഈ ചർച്ചകളിൽ സജീവമായി തന്നെ നിലകൊള്ളുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ ദളിത് വിഭാഗത്തിൽ നിന്നുള്ള കൊടിക്കുന്നിൽ സുരേഷിനെ KPCCയുടെ അധ്യക്ഷനാക്കണമെന്ന് ദളിത് വിഭാഗത്തിൽ നിന്ന് തന്നെയുള്ള AICCയുടെ പ്രസിഡന്റ് ശ്രീ മല്ലികാർജുന ഖാർഗെക്ക് താല്പര്യമുണ്ട് താനും എന്ന വാർത്തയും ഇതിനു മുൻപൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതും പാർട്ടിക്ക് പുതിയ മുഖം നൽകുമെന്ന്, പിന്നാക്കക്കാർക്കിടയിൽ കൂടുതൽ സ്വീകാര്യതയുണ്ടാക്കുമെന്നും AICCയുടെ നേതൃത്വം പ്രസിഡന്റ് കരുതുന്നു എന്നൊക്കെയായിരുന്നു ആ വാർത്തകൾ. എന്നാൽ പ്രിയങ്ക ഗാന്ധിക്ക് ആന്റോ ആന്റണിയെ അധ്യക്ഷനാക്കുന്നതിനോടാണ് താല്പര്യമെന്നും ഒരു വാർത്ത വന്നിരുന്നു. ഇതൊക്കെ ഔദ്യോഗിക ഏജൻസികൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നതാണ്. രാഹുൽ ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. അതേസമയം KC വർഷം പ്രസിഡന്റിനായി കടുത്ത നിലപാടിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. KC വർഷത്തിൽ നിന്നുള്ള ആൾ തന്നെയായിരിക്കണം KPCCയുടെ പ്രസിഡന്റ്. അതിൽ അവര് സമവാക്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് ഷാഫി പറമ്പിലിനെ ആണ് അവർ നിർദ്ദേശിക്കുന്നത് എന്നാണ് ഇപ്പോൾ നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയി ഡൽഹിയിൽ നിന്ന് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന വാർത്തകൾ. ഷാഫി പറമ്പിൽ അധ്യക്ഷനാകുന്നതിലൂടെ ന്യൂനപക്ഷ വിഭാഗത്തെയും ഒപ്പം യുവാക്കളെയും ഒപ്പം കൂട്ടാൻ കഴിയുമെന്നാണ് KC വർഷം കണക്ക് കൂട്ടുന്നത്. ഇപ്പോൾ KC വർഷത്തുള്ള പ്രമുഖനായ വ്യക്തിയാണല്ലോ സണ്ണി ജോസഫ്. അദ്ദേഹം അപ്പോൾ പ്രസിഡന്റ് സ്ഥാനം ഇവിടെ ഉറപ്പിക്കണം എന്ന് തന്നെയാണ് KC വർഷം കരുതുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഷാഫി പറമ്പിലിന് ഈ സ്ഥാനം നൽകുന്നതിലൂടെ പാർട്ടിയിൽ ശക്തമായ സ്വാധീനം ചെലുത്താൻ സാധിക്കും എന്ന് KC വർഷം കരുതുന്നതായും ഒക്കെയാണ് ഡൽഹിയിൽ നിന്നുള്ള വാർത്തകൾ വരുന്നത്. മന്ത്രിസഭയിൽ ഭൂരിഭാഗവും KC വർഷത്തിന്റെ മന്ത്രിമാരാണ്. അതേസമയം പാർട്ടിയിലും പിടുത്തം ഉണ്ടായിക്കഴിഞ്ഞാൽ, ആ സ്വാധീനം ഉണ്ടായിക്കഴിഞ്ഞാൽ പാർട്ടിയും സർക്കാരും ഒക്കെ KC വർഷത്തിന്റെ ഒപ്പം തന്നെ ആവണം. അതുകൊണ്ട് സമവാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഷാഫി പറമ്പിലായിരിക്കും KPCCയുടെ അത് KC വേണുഗോപാൽ വർഷത്തിന് ലഭിക്കുകയാണെങ്കിൽ ഷാഫി പറമ്പിലായിരിക്കാനാണ് 99% സാധ്യത എന്ന് തന്നെയാണ് ഇപ്പോൾ വരുന്ന ഡൽഹിയിൽ നിന്ന് വരുന്ന വാർത്തകളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പാർട്ടിയിലെ ഒരു വിഭാഗം കരുതുന്നതും അത് തന്നെയാണ്. KPCCക്ക് ശക്തമായ നേതൃത്വം ഇല്ലാത്ത സാഹചര്യത്തിൽ ഭരണത്തിൽ മുഖ്യമന്ത്രിയുടെ വൺ മാൻ ഷോയാണ് നടക്കുന്നതെന്ന പരാതിയും ഇവർക്കുണ്ട്. ഭരണ നേതൃത്വത്തിൽ നിന്ന് പാർട്ടിക്കും കർശനമായ നിയന്ത്രണം വേണമെന്നാണ് ഇവർ അഭിപ്രായമുണ്ട്. അതുകൊണ്ട് തന്നെ ഷാഫിയെ നേതൃത്വത്തിൽ എത്തിക്കാനുള്ള KCയുടെ നീക്കത്തിന് സതീശന്റെ രീതികളുടെ എതിർപ്പുള്ളവരുടെ നിശബ്ദ പിന്തുണയുണ്ടെന്നാണ് കോൺഗ്രസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സണ്ണി ജോസഫിന്റെ പിൻഗാമിയായി നേരത്തെ ബെന്നി ബെഹനാന്റെ പേരും നേതൃത്വം സജീവമായി പരിഗണിച്ചിരുന്നു. മാത്യു കുഴൽനാടന്റെയും പേരും പരിഗണനയിലായിരുന്നു. എന്നാൽ രമേശ് ചെന്നിത്തലയുടെ വർഷം അത് ജോസഫ് വാഴക്കൽ അദ്ദേഹം ആവണം പ്രസിഡന്റ് എന്ന നിർബന്ധം അവർക്കുമുണ്ട്. KCയുടെ താല്പര്യങ്ങൾക്കാവും മുൻതൂക്കം ലഭിക്കുക എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. നിയമസഭാ കക്ഷിയിൽ ഭൂരിപക്ഷം ലഭിച്ചിട്ടും KCയെ മുഖ്യമന്ത്രി പദത്തിൽ നിന്ന് മാറ്റി നിർത്തേണ്ടി വന്ന സാഹചര്യത്തിൽ ഹൈക്കമാൻഡ് ഇക്കാര്യത്തിൽ അദ്ദേഹത്തിനൊപ്പം നിൽക്കുമെന്ന് തന്നെയാണ് മറ്റുള്ളവരും കരുതുന്നത്. ഏതായാലും ഷാഫി പറമ്പിലിന് KC പക്ഷത്തിന് ലഭിക്കുകയാണെങ്കിൽ ഷാഫി പറമ്പിലിന് വീഴാൻ തന്നെയാണ് ഇപ്പോഴത്തെ
സാധ്യത, സമവാക്യങ്ങളിൽ നിന്നൊക്കെ അത് തന്നെയാണ്, അങ്ങനെ തന്നെ സംഭവിക്കാനാണ് സാധ്യത എന്നാണ് ഇപ്പോൾ ഡൽഹി കേന്ദ്രീകരിച്ച് AICCയുടെ ആസ്ഥാനത്ത് നിന്നുമൊക്കെ വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് KC പക്ഷത്തിന് ലഭിക്കുകയാണെങ്കിൽ അത് ഷാഫി പറമ്പിലായിരിക്കും KPCCയുടെ പുതിയ പ്രസിഡന്റ് എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നത്. അതിന്റെ ഒരു സമവാക്യം അവിടെ പ്രാധാന്യമുണ്ട്. ആ സമവാക്യം അനുസരിച്ച് ഷാഫിക്ക് തന്നെയാണ് നറുക്ക് വീഴാൻ സാധ്യത എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മുഖ്യമന്ത്രിയും UDF കൺവീനറും ഒക്കെ ഒരു വിഭാഗത്തിൽ നിന്ന് ആയതുകൊണ്ട് തന്നെ മറ്റുള്ള വിഭാഗക്കാർക്ക് കൂടി അതിന്റെ പരിഗണന ലഭിക്കേണ്ടതുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. അത് ശരിയും തന്നെയാണ്. ഓക്കെ, എന്നാലും യുവാക്കൾക്ക് കൂടി മുൻഗണന നൽകുന്നതിന് വേണ്ടിയാണ് ഷാഫിയെ പരിഗണിക്കുന്നത് എന്ന് തന്നെയാണ് ഇപ്പോൾ KC പക്ഷത്ത് നിന്നുള്ള ആളുകളുടെയൊക്കെ അഭിപ്രായം കൂടി നമ്മൾ പരിഗണിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനും സാധിക്കും. അപ്പോൾ KPCCയുടെ പ്രസിഡന്റ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ കൂടി അഭിപ്രായത്തിന് നിന്ന് അത് ഷാഫി പറമ്പിലിന് തന്നെയാണ് നറുക്ക് വീഴാൻ സാധ്യത എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നത്. ഏതായാലും ഡൽഹിയിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതനുസരിച്ച് നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ ഇതേ വിഷയം തന്നെ, ഇതുമായി ബന്ധപ്പെട്ട വിഷയം തന്നെ ബന്ധപ്പെട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ, വീണ്ടും സന്ധിക്കും വരെ വണക്കം. നന്ദി.